എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്ക് ഇന്നൊരു ഇൻസ്റ്റൻറ്റ് ഡിന്നർ ഓർ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയാലോ. നമ്മൾ മാവൊന്നുമില്ലാത്ത ദിവസങ്ങളിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു കപ്പ് റവയും കുറച്ച് തൈരും അല്ലേ വേണ്ടു. അതെന്തെല്ലാം എന്തായാലും നമ്മളെ വീട്ടിലുണ്ടാകുന്നൊരു സാധനം തന്നെയല്ലേ. അപ്പോൾ ഇന്ന് റവ വെച്ചിട്ടുള്ള നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സി ജാർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ വെള്ളത്തിനായിട്ട് കുറച്ച് പുളിപ്പുള്ള തൈര് ഉണ്ടെങ്കിൽ അത് ചേർത്തോളി. അരക്കപ്പ് തൈരും ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ പഞ്ചസാരയും. ആദ്യം പഞ്ചസാരയാണ് ഇട്ട് പിന്നെ ഉപ്പിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് അരച്ചിട്ടെടുക്കുക. നല്ല ഫൈനായിട്ട് അരച്ചിട്ടെടുക്കുക. അപ്പോൾ ഇപ്പം നമ്മളിതൊരു പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, വെറും വെള്ളം പോലെ ഉണ്ടാവും. കാരണം റവ കുറച്ച് നേരം കഴിയുമ്പോഴാണല്ലോ ഒന്ന് ഇറുകി വരിക. അപ്പോൾ ഇത് നമ്മളൊരു പാത്രത്തിൽ ഒഴിച്ച് മൂടി വെച്ചിട്ടൊരു 10-15 മിനിറ്റ് അടവെക്കുക. അതിന് ശേഷം നമുക്ക് അത് നോക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് വേറെ കുറച്ച് പണിയുണ്ട്, അതും കൂടി ചെയ്തിട്ട് വരാം. ഇതാ കണ്ടോ, നല്ല ഇപ്പം കണ്ടില്ലേ, നല്ല ഒരു കുറച്ചൊരു കട്ടി, നമ്മളെ പണ്ടത്തെ ദോശേൻ്റെ എല്ലാം ഒരു ഇത്. അപ്പോൾ അതാ ഇനി ഇതെല്ലാം കൂടി ഇതിൽ ചേർക്കണം. അതൊന്ന് താളിച്ചിട്ടാണ് ചേർക്കേണ്ടത്. അതിനായിട്ടൊരു താളിക്കുന്ന കരണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ 1-1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ജീരകം ഇട്ടിട്ട് അത് നല്ലോണം മൊരിഞ്ഞ് വരുമ്പോൾ ഒരു പച്ചമുളക് പൊടിയായി അരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പിലയും, അതും കറിവേപ്പിലയും ഞാൻ മുറിച്ചിട്ടിനെ, അതും കൂടി ഇട്ട് ആ മുറിച്ച് വെച്ച ഉള്ളി, അതായത് ഒരു ഉള്ളിയാണ് അത്, ഉള്ളിയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലോണം പച്ചന്നെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ വഴറ്റിയിട്ട് ഇടുമ്പോൾ കുറച്ചുകൂടി ഒരു കടിക്കും ഒരു മധുര ചൊയ വരും, നല്ല ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാനിത് വഴറ്റിയെടുത്തത്. അങ്ങനെ പച്ചയായിട്ടും ചേർത്തിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചൂടോട് കൂടി തന്നെ ഇടുന്നതിനെ കൊണ്ടൊന്നുമില്ല, നല്ലോണം ഒന്ന് കലക്കിയെടുത്താൽ നമ്മൾ. ഇനി ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു 1/4 ടീസ്പൂണിലും താഴെ ബേക്കിംഗ് പൗഡറാണ്. എന്നിട്ടൊരു 2-3 മിനിറ്റ് അട നിൽക്കട്ടെ. കണ്ട, അപ്പോഴത്തേക്ക് കുറച്ചുകൂടി നല്ലോണം ഒന്ന് ഫ്ലഫിയായി വന്ന്. ഇനി നമുക്ക് അപ്പക്കാര ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ എല്ലാത്തിലും ഒന്ന് തേച്ച് കൊടുക്കുക. അത് തന്നെ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ ഇല്ലെങ്കിൽ ചേരിക്കുച്ചി വെച്ചാലും മതി കേട്ടോ. എന്നിട്ട് ഒന്നങ്ങ് തേച്ച് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാത്തിലും കോരി നിറയെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. പൊന്തി വരുമൊന്നുമില്ല നമ്മൾ, പക്ഷെ നല്ല ടേസ്റ്റാണ്, ഗ്യാരണ്ടി. ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ തന്നെ ചുട്ടെടുക്കാം. ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നല്ലോണം വെന്ത് വരും. കണ്ടോ, ഇനി ഇതെല്ലാം ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാം മക്കളെ പറ്റിക്കുവാനാ, ഈറ്റകൾ എന്തെങ്കിലും ഒന്ന് തിന്ന് കിട്ടണ്ടേ, എല്ലാം ഒന്നും ഇപ്പം പീടിയെന്ന് വാങ്ങി കൊടുക്കാനാവുക. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഒന്ന് പുരട്ടി കൊടുക്കാം, നിർബന്ധമൊന്നുമില്ല. ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്ക് തോണ്ടിയും എടുക്കാം. കഴിഞ്ഞ് ഇനി ഇതേപോലെ ബാക്കിയുള്ളതും നമുക്ക് ചുട്ടെടുക്കാം. ഇനി ഇതിന് നിങ്ങൾ എന്ത് കറി, ഉച്ചക്കത്തെ കറി എന്തെങ്കിലും ഉണ്ടെങ്കിലെല്ലാം എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് തേങ്ങാ ചട്നി അരച്ചിട്ടുണ്ട്, അത്ര തന്നെ. കണ്ടോ, നമ്മളെ പണിയാരം, റവ പണിയാരം നല്ല ടേസ്റ്റാണ് കേട്ടോ. ചൂടോടുകൂടി തിന്ന് ഈ വൈകുന്നേരം മക്കളെല്ലാം സ്കൂൾ വിട്ട് വരുമ്പോൾ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്ക്, പരീക്ഷിച്ച് നോക്ക്, നല്ലോണം ഹിറ്റാവും. അപ്പോൾ അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.